നമസ്കാരം. KSRTCയിൽ 3861 താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതിനു പിന്നാലെ PSC വഴിയുള്ള നിയമന നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. കണ്ടക്ടർ തസ്തികയിൽ PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവർക്ക് കോർപ്പറേഷൻ നിയമന അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അഡ്വൈസ് മെമ്മോ കിട്ടിയവർ തിരുവനന്തപുരത്തുള്ള ട്രാൻസ്പോർട്ട് ഭവനിൽ വ്യാഴാഴ്ച എത്തിച്ചേരണം എന്നാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടോമിൻ തച്ചങ്കരി അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഉടൻ നിയമനം നൽകുന്നതിനുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടിയാണിത്. 4051 ഉദ്യോഗാർത്ഥികളെ ഒന്നിച്ചു കാണാൻ കഴിയാത്ത അസൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് 4 ബാച്ചുകളിൽ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. സീരിയൽ നമ്പർ 1 മുതൽ 1000 വരെ രാവിലെ 10 മുതൽ 10:45 വരെ, 1001 മുതൽ 2000 വരെയുള്ളത് 10:45 മുതൽ 11:30 വരെ, തുടർന്ന് 2001 മുതൽ 3000 വരെ 11:30 മുതൽ 12:15 വരെ, 3001 മുതൽ 4051 വരെ 12:15 മുതൽ 1 മണി വരെ. ഉദ്യോഗാർത്ഥികൾ അഡ്വൈസ് മെമ്മോ, തിരിച്ചറിയൽ രേഖ എന്നിവ കൊണ്ടുവരേണ്ടതാണ്. നിയമന ഉത്തരവുകൾ രജിസ്റ്റേർഡ് തപാൽ വഴി കിട്ടുന്നതിന് കാലതാമസം നേരിടുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരു നടപടി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. 10 വർഷം പൂർത്തിയാകാത്ത എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട PSC വഴി സ്ഥിര നിയമനം നടത്താൻ കഴിഞ്ഞ 6-നാണ് ഹൈക്കോടതി ഡിവിഷൻ ഉത്തരവിട്ടത്. 4300 പേർക്ക് ഇതോടെ തൊഴിൽ നഷ്ടമായി. ഇതൊഴിവാക്കാൻ സർക്കാരിന്റെ ഇടപെടൽ തേടുകയാണ് ജീവനക്കാർ. കൂടുതൽ ബസ് സർവീസുകൾ തുടങ്ങിയാൽ കൂടുതൽ പേർക്ക് സ്ഥിരം നിയമനം ലഭിക്കും. ആവശ്യമെങ്കിൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്താനും ജോലി സംരക്ഷണത്തിന് സമരത്തിനിറങ്ങാനും എംപാനൽ കൂട്ടായ്മയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. തങ്ങളുടെ വാദം കേൾക്കാതെയാണ് കോടതി ഉത്തരവിട്ടത് എന്നാണ് എംപാനൽ ജീവനക്കാരുടെ പരാതി. KSRTCയിലെ ഒഴിവുകളിലേക്കുള്ള PSC പരീക്ഷ പാസായ ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയെ തുടർന്നാണ് കോടതി ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. 4051 പേരുടെ PSC ലിസ്റ്റ് നിലനിൽക്കെ കരാർ ജീവനക്കാരുമായി KSRTC സർവീസ് തുടരുകയായിരുന്നു. ഇതുമൂലം PSC പരീക്ഷ പാസ്സായിട്ടും തങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ കോടതിയെ അറിയിച്ചു. ഈ ഹർജിയിലാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. 10 വർഷത്തിൽ താഴെ സർവീസിനുള്ള വർഷത്തിൽ 120 ദിവസത്തിൽ കുറഞ്ഞ് കരാർ ജോലി ചെയ്ത മുഴുവൻ എംപാനൽ ജീവനക്കാരെയും പിരിച്ചുവിടാനാണ് കോടതി ഉത്തരവിട്ടത്. 4051 പേരുടെ PSC ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താനാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അഡ്വൈസ് മെമ്മോയിലെ സീനിയോറിറ്റി അനുസരിച്ച് നിയമന ഉത്തരവ് നൽകി കോടതിയെ അറിയിക്കണം. ഇല്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് കോടതി അറിയിച്ചു. ജസ്റ്റിസ് B ചിദംബരേഷ്, നാരായണ പിഷാരടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഉത്തരവ്. 4051 പേർ PSC ലിസ്റ്റിൽ ഉണ്ടായിരിക്കെ 5000 പേർ താൽക്കാലികക്കാരായി തുടരുന്നുണ്ടെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. എംപാനൽ ജീവനക്കാർക്ക് പകരം PSC വഴി പുതിയ ജീവനക്കാരെ നിയമിക്കുന്നത് KSRTCക്ക് കനത്ത ബാധ്യത വരുത്തുന്നുവെന്ന് ഗതാഗത മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു.